I've been running and running to keep it 100, it's all that I wanted. But lately I don't get the stomach. The higher the summit, the harder the plummet. They know me all over this planet. I'm just a man and I can't understand it. Proud that I win and I did it myself. Probably wouldn't if I got the help. Hearing subliminals all on myself. Feel like I'm breaking, I'm falling to hell. Told me I'm sick and I tell her, oh well. Rather be dead than to know that I failed. Live for the chase, life is a race. I'm out of space, I'ma get on my face. I got a taste, want the whole plate. Finna get laced if you step out of place. Like, first off, you don't run nothing. All talk and your team bluffing. My squad, we all dream crushing. We ain't rushing, no discussion. All I know is us made for this. Paid for this, yeah, slave for this. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഹീറോന്റെ ഫോട്ടോൺ ആണ്. ഫോട്ടോൺ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ലൈസൻസ് ഒക്കെ വേണം കേട്ടോ അത് ഓടിക്കാൻ. അപ്പോൾ രജിസ്ട്രേഷനൊക്കെ ഉള്ളൊരു വണ്ടിയാണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇതിൻ്റെ മുന്നേ എനിക്ക് ഏറ്റവും ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ കീലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ കീല് നമ്മൾ ജസ്റ്റ് നമ്മൾ ലോക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരാൾ വന്നു. ഇപ്പോൾ ഞാനൊരു തീഫാണെന്ന് വെക്കാം, കണ്ടോ ഈ അലാം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് അമർത്തിയാലാണ് ഓഫാവും. കാര്യം എന്ന് പറയുന്നത്, ഇത് ലൈസൻസ് ഉണ്ടെങ്കിൽ ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണെന്ന് ഞാൻ വീണ്ടും പറയണു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു പച്ച നമ്പർ പ്ലേറ്റ് ആണ് വരുന്നത്. ഇവിടെ ക്ലിയർ ആയിട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള നമ്പറും കാര്യങ്ങളൊക്കെ വരും. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നത് ഇതിൻ്റെ വില എന്താണെന്നാവും, അത് ഞാൻ പറയാം. അതിന് ടൈം ഉണ്ടല്ലോ. പിന്നെ ഈ എന്താ പറയുക, ബ്രേക്ക് ലൈറ്റ് ആയാലും ഇൻഡിക്കേറ്റേഴ്സ് ആയാലും എല്ലാം ബോഡിയോട് ഇണങ്ങിയിട്ടുള്ളൊരു ഡിസൈനാണ് വരുന്നത്. അതേപോലെ ഈ ഗ്രാബ് റെയിൽ നോക്കുക, വളരെ നന്നായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പെയിൻ്റൊക്കെ പെട്ടെന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോട്ടിങ് കൂടുതൽ വന്നിട്ടുണ്ട് അതിൽ. അതേപോലെ ഇതിൻ്റെ ബാറ്ററി ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. അല്ല, ബാറ്ററിയൊക്കെ നമുക്കിത് ഇവിടെ തന്നെ കാണാൻ പറ്റും. അതേപോലെ വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, പേഴ്സണൽ അഭിപ്രായമാണ്. അതേപോലെ ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഞാൻ കാണിക്കാം. ജസ്റ്റ് ഇതിൻ്റെ ഡാഷ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിപ്പോൾ ഓണാകുമ്പോൾ മീറ്റർ വരും, അത് ഞാൻ പിന്നെ കാണിക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടേൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇനി ഒന്നും കൂടി ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്ക് ഓപ്പൺ ആവും. ഇതാ ഏകദേശം ഇത്രയും സ്പേസാണ് ഇവിടെ വരുന്നത്. ഇത് നമ്മൾ ഷോറൂമിൽ നിന്ന് എടുത്ത വണ്ടിയാണ് കേട്ടോ, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും റിവ്യൂ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചാർജർ എന്ന് പറയണത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. എൻ്റെ ഉണ്ടായിരുന്ന ചാർജറിൽ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോഡി വരുന്നത്, ഇത് മെറ്റലിൻ്റെ ബോഡിയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ അടുത്തൊരു ലോക്ക് ഉണ്ട്, ഒക്കെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ കണ്ടിരിക്കുന്നത് ചെറിയൊരു ഫൈബർ കൊണ്ട് തന്നെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇവിടെ ലോക്കൊക്കെ വരുന്നുണ്ട് അതിന് സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ അത്യാവശ്യം സ്റ്റോറേജ്, അതായത് എനിക്ക് തോന്നുന്നത് വലിയ സ്റ്റോറേജ് സ്പേസ് ഇല്ല, എന്നാലും അത്യാവശ്യം നിങ്ങളിപ്പോൾ ഒരു സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവുക അങ്ങനെയൊക്കെ ഒരു യൂസ് ആകുമ്പോൾ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡാഷ് അവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കിൽ സ്വിച്ച് എന്നൊക്കെ, നമ്മുടെ ഇതിൻ്റെ കിൽ സ്വിച്ച് എന്നൊക്കെ ഇതിന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് ഓണായി കിടക്കും, ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വണ്ടി വർക്കാവില്ല. അങ്ങനത്തെ നമ്മൾ കുറേ കാലത്തിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പോവുകയാണെന്ന് വെച്ചാൽ ഇത് ഓഫ് ചെയ്തിട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഞാൻ മറ്റേ വീഡിയോയിൽ സെയിം കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇലക്ട്രിക്കിൻ്റെ വേറൊരു സംഭവം കൂടി അടുത്ത ആഴ്ച വരുന്നതും കൂടി പറയുക, അത് നിങ്ങൾ നോക്കിയിരിക്കുക അടുത്ത വീഡിയോന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ഇവിടുത്തെ മീറ്ററിലത്തെ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് തുറന്ന്, അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും ഈ ഒരു ഡിസ്പ്ലേ. എന്താ ബൈക്കുകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു അടിപൊളി സംഭവം ഒക്കെ ഒന്ന് ഇതായിട്ട് വരുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബ്രേക്ക് ഉണ്ട്, 2 ഡ്രം ബ്രേക്കാണ് കേട്ടോ, കോമ്പി ബ്രേക്കിങ്സ് ആണ്. പിന്നെ അതേപോലെ ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും. അതേപോലെ തന്നെ ഹെഡ് ലൈറ്റ് ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം. ഇത് ഒരു ഹാലജൻ ലൈറ്റിംഗ് ആണ് ഇവിടെ വരുന്നത്, പാർക്ക് ലൈറ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് ഇതിൻ്റെ LED ലൈറ്റ്സ്, കുഴപ്പമില്ലാത്തൊരു വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ തരും എന്തായാലും, എനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത്രയും വലിയൊരു ലൈറ്റും അതേപോലെ തന്നെ LEDയും എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു ലുക്ക് വരും രാത്രി. പിന്നെ ലുക്ക് മാത്രമല്ല, പെർഫോമൻസും വരും. അതേപോലെ തന്നെ ഇത് 2 ഹോണുകളാണ്, നോർമലായിട്ടുള്ളൊരു ഹോണാണ്. അതേപോലെ തന്നെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, Hഉം Lഉം. അപ്പം നമ്മുടെയൊക്കെ വണ്ടിയിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, Lലിട്ട് കഴിഞ്ഞാൽ ലോ സ്പീഡ്, അതായത് കുറച്ച് വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്ന് വെച്ചാൽ അവർക്ക് പോകാൻ പറ്റിയ സ്പീഡും. അതേപോലെ H ഹൈ സ്പീഡാണ്. H ഹൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ കുറച്ചും കൂടി ഒരു പുഷ്, അതായത് ഇതിൻ്റെ ടോർക്ക് കൂടുകയാണ് ചെയ്യുക നേരത്തെ Hലേക്ക് ഇടുമ്പോൾ. എന്നിട്ട് ആ ഒരു പുഷിൽ കയറ്റം കയറി പോകുന്നു. അതേപോലെ ഞങ്ങളിത് ഇത്രയും നേരം ഓടിച്ചൊക്കെ ഡബിൾസിൽ വെച്ചിട്ടാണ്, ഒരു പ്രശ്നമില്ല കയറ്റം കയറാനൊന്നും. അപ്പോൾ എൻ്റെ ഒരു വണ്ടിയിൽ എന്നൊക്കെ പറയുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഇതൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് പവർ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ മെയിനായിട്ട്. അപ്പോൾ ഇതിന് ആ പവറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്.
ഇനി ഇതിൻ്റെ വില അതേപോലെ ഓരോ ഡീറ്റെയിൽസിലേക്കൊക്കെ നമുക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ, അതായത് ഇത് രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാണ്ട് എക്സ്-ഷോറൂം റേറ്റിൽ 80,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതൊരു ഹയർ സൈഡ് ആണെങ്കിലും ഇത് നന്നായിട്ട് യൂസ് ആണെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്. കാരണം ഇതൊരു 5 വർഷമൊക്കെ ഒരു പ്രശ്നമില്ലാണ്ട് ഓടും. അതായത് ടയേഴ്സ് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സർക്യൂട്ട് അതിനൊക്കെ ഒന്ന് ചെക്കിങ് മാത്രമാണ് ഇതിൽ വരുന്നുള്ളൂ. നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടർ യൂസ് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറയണത്. അതുപോലെ തന്നെ 80 കിലോമീറ്ററാണ് ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത്. ആ 80 കിലോമീറ്റർ പോകാൻ വെറും 6 രൂപയാണ് ഇതിന് ചിലവ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു യൂസിനനുസരിച്ചിട്ട് അതൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ, ഇന്നത്തെ പെട്രോൾ വിലയൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവും. അതേപോലെ തന്നെ ഇതിൻ്റെ മോട്ടറിൻ്റെ ഡീറ്റെയിൽ, അതേപോലെ എന്തിനൊക്കെയാണ് ഗ്യാരണ്ടി കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കാരണം ഒന്നും മിസ്സാവാണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടാൻ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി എങ്ങനെയാണ് സ്പീഡ് ഇതിൻ്റെ കയറുന്നത് നോക്കാം. ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഒരു ഇതുണ്ട്, ഒരു ചെറിയ പുഷ് ഉണ്ട്. അത് ഇലക്ട്രിക് വണ്ടികൾക്കൊക്കെ ഉള്ളത് തന്നെയാണ്. ഫുള്ള് നോക്കിയിട്ട് പിടിച്ചിറക്കുക കേട്ടോ. ഇതാ ഇത് പ്ലെയിൻ റോഡല്ല, ഇത് കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ. കുന്നും കയറ്റൊക്കെ ഉള്ളൊരു എന്താ പറയുക, ചെറിയതായിട്ട് ചെരുവൊക്കെ ഉള്ളൊരു വഴിയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ആ കുന്ന് എങ്ങനെ കയറുന്നത്, ഞങ്ങളിപ്പോൾ 2 പേരുണ്ട് കേട്ടോ ഈ വണ്ടിയിൽ. ബസ്സറിങ് ഒക്കെ പക്കയാണ്, കുഴപ്പമില്ല. ഇത്ര ഇലക്ട്രിക് സ്കൂട്ടറുകളിലൊക്കെ വരുന്ന തരത്തിലുള്ള ഒരു ബസ്സർ തന്നെ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു മൺവഴി കൂടെ പോകുന്നു. സസ്പെൻഷനൊക്കെ പക്കയാണ്. നമുക്ക് നോക്കാം. ഇതാ ഇവിടെ ശേഷം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഒന്നും അറിയില്ല, നല്ല ഫീലായിട്ടുണ്ട്.